കുട്ടികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളം സ്നേഹത്താൻ ശക്തി എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പഠന പ്രവർത്തനങ്ങളുമാണ്. വെണ്ണക്കണ്ണൻ എന്ന കവിതയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. മക്കൾ അതും കൂടി പോയി കാണണം കേട്ടോ. നന്നായി പഠിക്കുക. നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് LSSന് വേണ്ടിയിട്ടുള്ള ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. അതിലെല്ലാവരും ജോയിൻ ചെയ്യുക. സ്നേഹത്താൻ ശക്തി എന്ന കഥ എഴുതിയിട്ടുള്ളത് നിത്യചൈതന്യേതിയാണ്. നിത്യചൈതന്യേതി 1924 നവംബർ 2 പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞിക്കല്ലിൽ ജനിച്ചു. ആദ്യ പേര് ജയചന്ദ്രൻ എന്നായിരുന്നു. സന്യാസം സ്വീകരിച്ചപ്പോൾ നിത്യചൈതന്യേതി എന്നാക്കി. അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം, സത്യത്തിൻ്റെ മുഖങ്ങൾ, ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരാമുഖം, നളിനി എന്ന കാവ്യശില്പം, ജാതി മതം ദൈവം, യതിചര്യ, മനഃശാസ്ത്രം ജീവിതത്തിൽ ഇവയൊക്കെയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1999 മെയ് 14 അന്തരിച്ചു. അടുത്തത് ചോദ്യങ്ങൾ നോക്കാം. കണ്ടെത്താം. കുട്ടൻ ക്ഷുഭിതനായത് എന്തുകൊണ്ട്? മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടൻ്റെ അരികിലേക്ക് ഒരു മൈന പാറി വന്നു. തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന മൈനയെ കുട്ടൻ പിടിക്കാൻ ചെന്നപ്പോൾ അത് അടുത്ത മാവിൻ കൊമ്പിലേക്ക് പറന്നുപോയി. മൈന തന്നെ കബളിപ്പിച്ചതുകൊണ്ടാണ് കുട്ടൻ ക്ഷുഭിതനായത്. ലൈലക്കും കുട്ടനും അമ്മ പകർന്നു കൊടുത്ത പാഠം എന്തായിരുന്നു? ഒരു തരത്തിലുള്ള പീഡയുറുമ്പിനും വരുത്തരുതെന്നാണ് അമ്മ പറഞ്ഞത്. അതായത് ഒരു ഉപദ്രവവും ഒരു ജീവിക്കും വരുത്തരുതെന്ന്. മൈനയുടെ പാട്ടു കേട്ട് മരത്തിനുണ്ടായ മാറ്റങ്ങൾ എന്താണ്? മൈനയുടെ മധുരമായ പാട്ടു കേട്ടപ്പോൾ അതിൽ ഉണങ്ങിയതും മുരടിച്ചതുമായ ഇലകളെല്ലാം കൊഴിഞ്ഞു താഴെ വീണു. അതിനു പകരം പട്ടുപോലുള്ള മൃദുലമായ തളിരിലകൾ കൊമ്പുകളിൽ നിറഞ്ഞു നിന്നു. മാത്രമല്ല കൊമ്പിന് അറ്റത്തെല്ലാം പൂക്കുലകൾ ഉണ്ടായി. മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ടേതാണ്? സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം. ഈ കവിതയാണ് അല്ലേ പാടിയത്. അർത്ഥം കണ്ടെത്താം. അർത്ഥം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓരോ പാഠഭാഗത്തിൻ്റെയും. ക്ഷുഭിതൻ കോപിച്ചവൻ അല്ലെങ്കിൽ ശോഭിച്ചവൻ എന്നെഴുതാം. ലാക്ക് ലക്ഷ്യം, ശോഭ ഭംഗി, അനുബന്ധം കൂട്ടിച്ചേർത്തത്, ജഗത്ത് ലോകം, പീഡ ഉപദ്രവം, വസന്തം പൂക്കാലം, മൃദുലം മാർദ്ദവമുള്ളത്. മക്കളെ, ഈ പാഠഭാഗത്തിൻ്റെ മുഴുവൻ അർത്ഥങ്ങളും പേജ് നമ്പർ 21 നൽകിയിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കണം. മക്കളെ, നിങ്ങൾ പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കണം കേട്ടോ. 1-2 പ്രാവശ്യം അതൊന്ന് നോക്കി ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതും വേണം കേട്ടോ. എന്തിനത് പറഞ്ഞതെന്നറിയോ? നിങ്ങൾക്ക് അക്ഷരങ്ങളൊക്കെ നന്നായി എഴുതാനറിയാനും ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അടുത്തത് കണ്ടെത്താം, എഴുതാം. ചേട്ടാ, ഇത് വെറും ഒരു മൈനയല്ല. എന്തുകൊണ്ടായിരിക്കാം ലൈല ഇങ്ങനെ പറഞ്ഞത്? ലൈലയുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഉണങ്ങിയ മാവിൽ മൈന പാട്ടുപാടിയിരുന്നപ്പോൾ അതിലുണങ്ങിയതും മുരടിച്ചതുമായ ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണു. അതിനു പകരം തളിരിലകളും പൂക്കളും വന്നു നിറഞ്ഞു. ഇത് കണ്ട് അത്ഭുതപ്പെട്ടാണ് ലൈല ഇങ്ങനെ പറഞ്ഞത്. മൈനയുടെ പാട്ട് കേട്ട് കുട്ടികൾ ഏറ്റുപാടിയപ്പോൾ ചുറ്റുപാടിലും ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? മൈനയുടെ പാട്ട് കേട്ട് കുട്ടികൾ ഏറ്റുപാടിയപ്പോൾ മുറ്റത്തും പുരയിടത്തും അവർ എവിടെ നിന്നെല്ലാം ഇത് പാടിയോ അവിടെയെല്ലാം ഒരു മായാവിദ്യ എന്ന പോലെ നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കൾ ഉതിർത്തുകൊണ്ട് ഓരോ ചെടിയും പ്രത്യക്ഷപ്പെട്ടു. ആ നാടു തന്നെ പാട്ടുകേട്ട് കുളിർത്തതുപോലെ വസന്തത്തിലെന്ന പോലെ അതീവ സുന്ദരമായി തീർന്നു. വ്യത്യാസം കണ്ടെത്താം. ആ മുന്നിൽ ചേരുമ്പോൾ വാക്കുകൾക്ക് വിപരീതാർത്ഥം വന്നു ചേരുന്നത് ശ്രദ്ധിക്കൂ. മറ്റു വാക്കുകളും ഇതുപോലെ മാറ്റി എഴുതൂ. സാധാരണം അസാധാരണം, നീതി അനീതി, ധർമ്മം അധർമ്മം, സത്യം അസത്യം. മാറ്റി എഴുതാം. അടിവരയിട്ട പദങ്ങൾ അർത്ഥവ്യത്യാസം വരാതെ വാക്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തു ചേർത്ത് വാക്യം മാറ്റി എഴുതാം. ഒന്നാമത്തത്, ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എഴുതിയിട്ടുള്ളത്? ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ ഒരിക്കലും കണ്ടിട്ടില്ല. അടുത്തത്, അവർ കുളിക്കുകയാണ് മുറ്റത്ത്. നിങ്ങൾക്ക് എഴുതാൻ വയ്ക്കുമോ? ഒന്ന് എഴുതി നോക്കൂ. അവർ മുറ്റത്ത് കളിക്കുകയാണ്. അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന്. പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന് അവന് തോന്നി.
സ്നേഹവചനങ്ങൾ ശേഖരിക്കാം. ഇവിടെ ദാ 2 തന്നിട്ടുണ്ട്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ഇനി നമുക്ക് കുറച്ച് എഴുതി നോക്കാം. ഗാന്ധിജി പറഞ്ഞതാണ്, സ്നേഹമില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാർ പറഞ്ഞതാണ്. സ്നേഹം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ശരി, അത് ആദരിക്കേണ്ട വികാരം തന്നെയാണ്. ടാഗോർ പറഞ്ഞത്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത പാഠഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. എല്ലാവരും നമ്മുടെ LSS ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക, അതിൽ തൊട്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവും. അപ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കൾ. ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഉടൻ തന്നെ ഓരോ പാഠഭാഗങ്ങളായിട്ട് കുറേശ്ശെ പഠിച്ചു തുടങ്ങണം.